അന്തരിച്ച മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ ശവസംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ട് പങ്കെടുക്കുന്നതിന് വേണ്ടി ബെൽഗാവിയിൽ നിന്ന് ഇപ്പോൾ ഡൽഹിയിലേക്ക് പോവുകയാണ്. ഇന്നലെ വർക്കിംഗ് കമ്മിറ്റിയിൽ പങ്കെടുക്കാൻ വന്ന വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾക്കും AICC ഭാരവാഹികൾക്കും ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി AICC പ്രത്യേകം വിമാനം ഏർപ്പാടാക്കി. അതിലാണ് ഞങ്ങൾ ഇപ്പോൾ രാവിലെ 9 മണിക്ക് ഇവിടെ നിന്ന് പുറപ്പെടുന്നത്. 11:30 മണിയോടുകൂടി ഡൽഹിയിലെത്തി. അതിനുശേഷം മൻമോഹൻ സിംഗ്ജിയുടെ ഭൗതിക ശരീരത്തിൽ ആദരാഞ്ജലി അർപ്പിച്ച് ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്തിട്ട് മടങ്ങി വരാനാണ് ഉദ്ദേശിക്കുന്നത്. മിക്കവാറും എല്ലാ വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളും അതുപോലെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷന്മാരും മുഖ്യമന്ത്രിമാരും CLP ലീഡേഴ്സ് ഉൾപ്പെടെയുള്ളവർ ഈ വിമാനത്തിൽ രാവിലെ തന്നെ പുറപ്പെടുകയാണ്. മൻമോഹൻ സിംഗിനെ കുറിച്ച് അനുസരിപ്പിക്കുമ്പോൾ അദ്ദേഹം സമാനതകളില്ലാത്ത ഒരു ഭരണാധികാരിയായിരുന്നു. ഒരു ധനകാര്യ വിദഗ്ധൻ എന്ന നിലയിൽ റിസർവ് ബാങ്കിൻ്റെ ഗവർണറായും അതോടൊപ്പം തന്നെ ധനകാര്യ കമ്മീഷൻ ചെയർമാനായും അതുപോലെ IMFൻ്റെ അംഗമായും ഒക്കെ തന്നെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലാണ് അന്നത്തെ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ അന്നത്തെ പ്രധാനമന്ത്രിയായി 1991 ചുമതലയേറ്റ ശ്രീ നരസിംഹറാവു നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ മെച്ചപ്പെടുത്തുന്നതിനും ആഗോളതലത്തിലുണ്ടായിരിക്കുന്ന പരിഷ്കാരങ്ങളും മാറ്റങ്ങൾക്കും കിടപിടിക്കത്തക്ക രീതിയിൽ നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെ പുഷ്ടിപ്പെടുത്തുന്ന അല്ലെങ്കിൽ ചെയ്യുന്നതിന് വേണ്ടി കണ്ടെത്തിയ മഹാപ്രതിഭയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ്. അദ്ദേഹം അവതരിപ്പിച്ച 5 ബഡ്ജറ്റുകൾ, ആ 5 ബഡ്ജറ്റുകളിലൂടെയാണ് ഇന്ത്യ രാജ്യത്തിൻ്റെ സാമ്പത്തിക രംഗം മാറ്റിമറിക്കാൻ കഴിഞ്ഞത്. ലോകത്താകമാനമുള്ള രാജ്യങ്ങൾക്കൊപ്പം നമ്മുടെ സാമ്പത്തിക രംഗത്തെ ഉയർത്തിക്കൊണ്ട് അദ്ദേഹത്തിന് കഴിഞ്ഞു. നമുക്കറിയാം, സാമ്പത്തിക പ്രതിസന്ധിയും സാമ്പത്തിക മാന്ദ്യവും ലോകത്ത് വലിയ പ്രശ്നങ്ങളുണ്ടാക്കി. അമേരിക്ക അടക്കമുള്ളത് ഉള്ള രാജ്യങ്ങളെ വല്ലാത്ത പ്രതിസന്ധിയിലാക്കിയപ്പോഴും ഇന്ത്യ പിടിച്ചുന്നത് അങ്ങനെ ഒരു സാമ്പത്തിക പ്രതിസന്ധി നേരിടേണ്ടി വരാതിരുന്നതിന് കാരണം മൻമോഹൻ സിംഗിൻ്റെ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള സാമ്പത്തിക നയങ്ങളാണ്. അപ്പോൾ തീർച്ചയായും അദ്ദേഹം ഇന്ത്യക്ക് നൽകിയ ആ മഹത്തായ സംഭാവനയാണ് ഇന്നും നമ്മൾ ഈ രാജ്യം ഒരു 3ാം സാമ്പത്തിക ശക്തിയായി വളർന്നതിന് കാരണമായിരിക്കുന്നത്. 10 വർഷക്കാലം പ്രധാനമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ കാലത്താണ് വിവരാവകാശ നിയമം വന്നത്, തൊഴിലുറപ്പ് പദ്ധതിയുടെ നിയമം പാസ്സാക്കിയത്. അതോടൊപ്പം തന്നെ ഫുഡ് ഫോർ സെക്യൂരിറ്റി, സ്വയം പര്യാപ്ത, ഇങ്ങനെയുള്ള റൈറ്റ് ടു എഡ്യൂക്കേഷൻ, റൈറ്റ് ടു ഫുഡ്, എല്ലാ സുപ്രധാനമായ നിയമങ്ങളും അദ്ദേഹം പ്രധാനമന്ത്രി ആയിരിക്കുമാണ് രാജ്യത്ത് പാസ്സാക്കി നടപ്പാക്കിയത്. അങ്ങനെ നോക്കുമ്പോൾ പ്രധാനമന്ത്രിയായി 10 വർഷവും 5 വർഷം ധനകാര്യമന്ത്രിയായി പ്രവർത്തിച്ച ഡോക്ടർ മൻമോഹൻ സിംഗ് തീർച്ചയായും നമ്മുടെ രാജ്യത്തിന് ഒരിക്കലും മറക്കാൻ കഴിയാത്ത അതുല്യ പ്രതിഭയാണ്.